ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഈ ട്രാൻസ്വേഴ്സ് നേച്ചർ അതല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഒരുപക്ഷെ നമുക്ക് മുന്നേ പരിചിതമായിരിക്കും. ട്രാൻസ്വേഴ്സ് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സ്. ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡനൽ വേവ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തെടുക്കാം. വേവ് പോകുന്ന ഏതെങ്കിലും ഒരു വേവ് പോകുന്ന ഡയറക്ഷനും ആ വേവിന് കാരണമായിട്ടുള്ള വൈബ്രേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ അത്തരത്തിലുള്ള വേവുകളാണ് ആര്? ട്രാൻസ്വേഴ്സ് വേവ്. പെർഫെക്റ്റ് എക്സാമ്പിളാണ് ലൈറ്റ്. ഒരിക്കൽ കൂടി പറയാം, അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ്റെ ഡയറക്ഷനും ആ വേവ് പോകുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരത്തിലുള്ള വേവുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. അതായത് വളരെ ചെറിയൊരു ഉദാഹരണം ആയിട്ട് പറയാം, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണെന്ന് വിചാരിക്കുക, മുകളിലേക്കും താഴേക്കും. അത് കാരണമുണ്ടാകുന്ന വേവ് പോകുന്നത് അലോങ് ഇസഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് സിസ്റ്റം പറയുകയാണെങ്കിൽ ഇസഡ് ഡയറക്ഷൻ, മുകളിലേക്കും താഴേക്കുമാണ് വൈബ്രേഷൻ. ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ആ വേവ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഇനി എന്താണ് ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സ്? പാർട്ടിക്കിൾ വൈബ്രേഷൻ ഈ രീതിയിലാണ് വിചാരിക്കുക, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഈ രീതിയിലാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതേ ഡയറക്ഷൻ തന്നെയാണ് ആ വേവും പോകുന്നതെങ്കിൽ, ഇതേ ഡയറക്ഷൻ തന്നെയാണ് ആ വേവും പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള വേവുകളെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സ്. ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവും സൗണ്ട് ലോഞ്ചിറ്റ്യൂഡനൽ വേവുമാണ്. ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. അതുകൊണ്ടാണ് ആ ലൈറ്റ് എന്തിനും കൂടി എക്സാമ്പിളായത്? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളായത്. അതായത് പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ്റെ ഡയറക്ഷൻ വേവ് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. ലൈറ്റാണ് എക്സാമ്പിൾ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ കയ്യിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും വേവ് പോകുന്ന ഡയറക്ഷനും പാരലാണെങ്കിൽ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അത്തരത്തിലുള്ള വേവുകളാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. നമുക്ക് സൗണ്ടിനെ ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. കംപ്രഷൻസ് റയർ ഫാക്ഷൻസ്, ഈ രീതിയിൽ കംപ്രഷൻസ് റയർ ഫാക്ഷൻസ് ഈ രീതിയിലാണ് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെക്കുറിച്ചാണ്? EM വേവുകളെ കുറിച്ചാണ്. EM വേവ് എന്ത് ടൈപ്പ് വേവ് ആണെന്ന് പറയുന്നത്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? വളരെ എളുപ്പമാണ് അതിൻ്റെ ഒരു റീസൺ. ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്, വിചാരിക്കുക നിങ്ങൾ, ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നത് എക്സ് പ്രൈം ആക്സിസിലാണ്. ഞാൻ കൃത്യമായിട്ടൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്, നോക്കുക. മുകളിൽ എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ആണ്. സാധാരണ നമ്മളിങ്ങനെ XY Z എന്നാണ് സാധാരണ വരയ്ക്കാറ്. ഒരല്പം മാറ്റി വരച്ചിരിക്കുന്നു NCERT ബുക്കിൽ പോലെ. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ആണ്. എക്സ് താഴേക്ക് എക്സ് പ്രൈം ഉണ്ടായിരിക്കും. എക്സ് പ്രൈം ആക്സിസിന് പാരലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെയെങ്കിൽ ഞാനിതിനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ലേബൽ ചെയ്യാം. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് എക്സ് പ്രൈം ആക്സിസിന് പാരലായിട്ട് ഇതേപോലെ സൈനുസോയിഡലായി വാരി ചെയ്യുന്ന ആളാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് EM വേവ്. EM വേവ് പോകുന്നത് ഇസ് ഡയറക്ഷനും കൂടെ. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും EM വേവ് എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പറയാൻ പറ്റും അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. EM വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ മുൻനിർത്തി പറയുകയാണെങ്കിലോ, മാഗ്നറ്റിക് ഫീൽഡ് ഒരു അല്പം ചെരിവുണ്ട്. അതായത് ഈ ഗ്രാഫിന് ഒരു അല്പം ചെരിവുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വരച്ചതാണ്. നമ്മുടെ NCERT ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വൈ നേരെ ഓപ്പോസിറ്റ് വൈ പ്രൈം ഉണ്ടായിരിക്കും. വൈ പ്രൈം ആക്സിസിന് പാരലായിട്ടാണ് ആര് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ബ്ലൂ കളറിലാണ് വരച്ചിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്, ക്യാപിറ്റൽ B. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ മുൻനിർത്തിയാണ് പറയുന്നതെങ്കിലോ, മാഗ്നറ്റിക് ഫീൽഡ് വൈ പ്രൈം ആക്സിസിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ EM വേവ് പോകുന്നത് ഇസഡ് ഡയറക്ഷനിൽ. അപ്പോഴും എന്ത് തന്നെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് കൺസിഡർ ചെയ്താലോ,
അപ്പോഴും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് ആണ്. കാരണം രണ്ടു പേർക്കും പെർപെൻഡിക്കുലർ ആണ് EM വേവിൻ്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒരു EM വേവിനെ നമുക്ക് ഒറ്റ ഫിഗറിൽ തന്നെ ഉൾപ്പെടുത്താം. ഈ രീതിയിലാണ് നമുക്കൊരു EM വേവിനെ വരയ്ക്കാനായിട്ട് സാധിക്കുക. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഗ്രാഫിക്കലി എങ്ങനെയാണ് EM വേവുകളെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ എക്സ് പ്രൈം ആക്സിസ് നേരെ മുകളിലേക്കും താഴേക്കും ആരെ വരയ്ക്കുക? ഇലക്ട്രിക് ഫീൽഡിനെ വരയ്ക്കുക. പിന്നെ ഒരു അല്പം ചിരിച്ച്, അതായത് വൈ പ്രൈം ആക്സിസിന് പാരലായിട്ട് ആരെ വരയ്ക്കുക? മാഗ്നറ്റിക് ഫീൽഡിനെയും വരയ്ക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും ഇസഡ് ഡയറക്ഷനിൽ കൂടി ആയിരിക്കും ആര് പോവുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോവുക. എക്സ് ആക്സിസിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ്, വൈ ആക്സിസിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ്, ഇസഡ് ആക്സിസിൽ കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമാണ്. സോ ഫസ്റ്റത്തെ പോയിന്റ് അത് തന്നെയാണ്. ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് സൈനുസോയിഡലി വാരിയിങ് ക്വാണ്ടിറ്റിയാണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും സൈനുസോയിഡലി വാരിയിങ് ക്വാണ്ടിറ്റിയാണ്. ഇവരെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ അലോങ് എക്സ് ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നത് എക്സ് പ്രൈം ആക്സിസിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. EX ഈക്വൽ ടു, ഇവിടെ EX എന്ന് കൊടുക്കാൻ കാരണം എക്സ് ആക്സിസിൽ കൂടിയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഈക്വൽ ടു E0. E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ ആംപ്ലിറ്റ്യൂഡാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഒരു വേവ് പോലെയാണ് വരച്ചിരിക്കുന്നത്. ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് E0. സൈൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പറാണ്. ഒരു പക്ഷേ K കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പറാണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു വേവിൻ്റെ വേവ് ലെങ്ത്താണ്. സോ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പറാണ്. K ഈക്വൽ ടു 2π ബൈ ലാംഡ. ഇസഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഡയറക്ഷനാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പോകുന്നത് എക്സ് ഡയറക്ഷനിൽ കൂടിയാണെങ്കിൽ നിങ്ങളിവിടെ KX എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റില്ല? EX എന്ന് എഴുതാൻ പറ്റില്ല. EM വേവ് പോകുന്നത് എക്സ് ആക്സിസിൽ കൂടിയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിൽ കൂടിയോ അല്ലെങ്കിൽ ഇസഡ് ആക്സിസിൽ കൂടിയോ ആകാം. അപ്പോൾ ഇവിടെ EX എന്ന് എഴുതിയത് കൊണ്ട് നിങ്ങൾക്കിവിടെ ഇസഡ് എന്ന് എഴുതാം. ഇനി EM വേവ് പോകുന്നത് എക്സ് ആക്സിസിൽ കൂടിയാണെങ്കിൽ ഇസഡ് മാറ്റി ഞാൻ എക്സ് വരച്ചു എന്ന് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് എഴുതേണ്ടി വരും? KX എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ EX എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡും EM വേവും ഒരേ ഡയറക്ഷനിൽ കൂടി പോവില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ സ്പെസിഫിക് എക്സാമ്പിളിൽ EM വേവ് പോകുന്നത് ഇസഡ് ഡയറക്ഷനിൽ കൂടി ആയതുകൊണ്ട് ഞാൻ KZ എന്ന് എഴുതി. മൈനസ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/TF എന്ന് എഴുതാം. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2πF ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നത്? എക്സ് ഡയറക്ഷനിൽ. അതുകൊണ്ട് നമുക്ക് EX ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ωt എന്ന് എഴുതാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെയും എഴുതാം. സൈനുസോയിഡലി വാരിയിങ് ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അത് പോകുന്നത് ഇതിൽ കൂടിയാണ് വൈ പ്രൈം ആക്സിസിന് പാരലായിട്ടാണ്, അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ കൂടിയാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ അലോങ് വൈ ഡയറക്ഷൻ BY ഈക്വൽ ടു B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു സൈൻ വേവ് പോലെയാണ് വരച്ചിരിക്കുന്നത്. ആ സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് B0 സൈൻ KZ മൈനസ് ωtക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ EM വേവ് ട്രാൻസ്വേഴ്സ് വേവാണ്. ഇലക്ട്രിക് ഫീൽഡിനും വേവ് പ്രൊപ്പഗേഷനും രണ്ടും തമ്മിലുള്ള ആംഗിൾ 90, അല്ലെങ്കിൽ രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാരിയേഷനും EM വേവും അതും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എങ്ങനെ ഈ രണ്ടും ഒരുമിച്ച് നോക്കുകയാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും EM വേവിൻ്റെ പ്രൊപ്പഗേഷനും എല്ലാതും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കിക്കഴിഞ്ഞാലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡിന് നമുക്ക് EX ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ωt എന്ന് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡിന് BY ഈക്വൽ ടു B0 സൈൻ KZ മൈനസ് ωt എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും EM വേവിൻ്റെയും ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയുള്ള X, Y അതുപോലെ Z ഒക്കെ നിങ്ങൾക്ക് മാറ്റി എഴുതാനായിട്ടും സാധിക്കും.